ഹലോ, നമസ്തേ. ഞാൻ അമേയ നായർ. അമേയ ഒഫീഷ്യൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അഭിനേത്രിയാണ്. ഞാനൊരു ഫൈനൽ ഇയർ LLB സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻറ്റ് ജിഷിൻ മോഹൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. അതിനോടൊപ്പം തന്നെ ഒരിക്കലും ഞാനൊരു യൂട്യൂബർ അല്ല, വ്ളോഗർ അല്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റായിട്ടാണെങ്കിൽ പോലും ഞാൻ അത്ര വലിയൊരു സോഷ്യൽ മീഡിയ പേഴ്സണും അല്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയാസൊക്കെ അപ്ഡേറ്റഡ് ആണ്. സോ ഇന്നിങ്ങനൊരു വീഡിയോ വരാനുള്ളൊരു കാരണം, റീസെൻ്റ്ലി ജിഷൻ ചേട്ടൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ വളരെ മ്ലേച്ഛമായ ഭാഷകൾ ഉപയോഗിച്ച് വളരെ മോശമായിട്ട് അതിനെ വ്യാജ പ്രചരണ രീതിയിൽ പുറത്തേക്ക് പല യൂട്യൂബേഴ്സും അതിനെ നമ്മൾ എന്താണോ പറഞ്ഞതെന്നുള്ളതല്ല, അതിനെ വളച്ചൊടിച്ച് പുറത്തേക്ക് കൊടുക്കുന്നു എന്നുള്ളതിന് പ്രതികരിച്ചിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ എന്നോ എക്സ്പ്ലനേഷൻ വീഡിയോ എന്നോ പറയാം. ഞാൻ ഇൻഡിവിജ്വലി ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ എന്തുകൊണ്ടും റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാനെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമല്ല, ഇതിൻ്റെ ചുറ്റിനുള്ള കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ കുറച്ച് നീണ്ടുപോകും, ലെങ്തി ആയിരിക്കും. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് തുടങ്ങേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആൾക്കാർക്ക്, ഗെയിം കളിക്കുന്ന ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് പുറത്തുള്ള കളികളെ കുറിച്ചിട്ട് വലിയ അറിവുണ്ടാവാൻ സാധ്യതയില്ല. PR കൊടുത്തിട്ട് പോയവർക്കും കൊടുക്കാതെ പോയവർക്കും ഇപ്പോൾ ഒരാൾക്ക് PR ചെയ്ത ആള് തന്നെ അവിടെ പല കണ്ടസ്റ്റൻസിൻ്റെയും PR ഏറ്റെടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഒരാൾ തന്നെ പലർക്കും വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ ആർക്ക് വേണ്ടിയാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടുന്നത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് സംശയാസ്പദമായിട്ടായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ നിൽക്കുന്നവരും കളിക്കുന്നത്. പിന്നെ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരെ തേടി PR ഇങ്ങോട്ട് വരും. അപ്പോൾ ജിഷിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് PR നമ്മളെ സമീപിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മളത് എടുത്തിരുന്നില്ല, നമുക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ നോളജ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആളെ എവിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴും ഈ പറഞ്ഞതുപോലെ ആൾക്കാർ എന്നെ സമീപിച്ചിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറം കളികളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവിടെ ഒരു എവിക്ഷൻ എപ്പിസോഡ് എടുക്കുന്ന ദിവസം ബിഗ് ബോസ് ടീംസ് ആ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും കണ്ടസ്റ്റൻസിന് നമുക്ക് ഫാമിലീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ജിഷൻ ചേട്ടൻ്റെ ഒരു എപ്പിസോഡ് പുറത്തേക്ക് വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആള് വളരെ ടെൻസ്ഡ് ആയിരുന്നു, കാരണം വിചാരിച്ച അത്രയും ദിവസം നിന്നില്ല, പുറത്തുള്ള റെസ്പോൺസ് എന്താണെന്ന് അറിയില്ല, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ആളോട് പറഞ്ഞത് ഇത്ര മാത്രമാണ്, ഞാൻ വളരെയധികം ഹാപ്പിയാണ്, നീ വളരെ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്, നീ ഒന്നും പേടിക്കണ്ട, കാരണം നീ നന്നായിട്ട് നിന്റെ പാട്ട് ചെയ്തിട്ടുണ്ട്, സോ ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്തേക്ക് വേഗം തിരിച്ചു വായോ, ഞാൻ നീ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ അങ്ങേയറ്റം പ്രൗഡ്ഫുൾ ആണെന്നാണ് പുള്ളിനോട് പറഞ്ഞത്. ദെൻ ഞാൻ എയർപോർട്ടിൽ പുള്ളിനെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്തും അവിടെ മീഡിയാസ് ഉണ്ടായിരുന്നു. മീഡിയാസ് വന്ന് എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു 3 ചോദ്യത്തിന് ഞാനൊരു 2 ഉത്തരമാണ് വളരെ സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ മീഡിയാസ് ചോദിച്ച ഒരു കാര്യം, ജിഷൻ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്ന് തോന്നിയോ? ഞാൻ പറഞ്ഞു അതെ, ഓഫ്കോഴ്സ് തോന്നി. എന്തുകൊണ്ടാണ് അൺഫെയർ എന്നുള്ളൊരു വേർഡ് മീഡിയ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ, ഇവര് എവിക്ട് ആയ ഒരു എപ്പിസോഡ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ അണ്ടറിൽ ഇതിന് മാത്രം ആൾക്കാർ, ആ എപ്പിസോഡ്സ് അവിടെ കിടക്കുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്, ഇതിന് മാത്രം നിൽക്കേണ്ട ആൾക്കാർ അൺഫെയർ 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 എന്ന് എഴുതിയിട്ടത് കൊണ്ടാണ് ആ വേർഡ് മീഡിയ എന്നോട് ചോദിച്ചത്, ഞാൻ ചോദിച്ചതല്ല. നോട്ട് ദ പോയിന്റ്. അൺഫെയർ എവിക്ഷൻ എന്നുള്ളത് മീഡിയ എന്നോട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഡെഫിനറ്റ്ലി എനിക്കും അങ്ങനെ തോന്നി. അപ്പൊ അവർ പറഞ്ഞു അനുമോളുടെ PR ആണ് ജിഷിനെ ഔട്ടാക്കിയതിന്റെ പിന്നിലെന്ന് പറയപ്പെടുന്നു, അതിനെതിരെയുള്ള പ്രതികരണം എന്താണ്, ജിഷൻ പുറത്തായതിൽ വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രീതിയിലും വിഷമമില്ല. PR-നെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിന്റെ പിന്നിലുള്ള കളികളെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കുന്നതായിരിക്കും, അതിലായിരിക്കും നമ്മൾ പറയുക. ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലായിരിക്കും നമ്മൾ പറയാന്ന് പറഞ്ഞു. ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഇതൊരു മാജിക്കൽ ഒരു അട്രാക്ഷൻ ഉള്ളൊരു ഗെയിമാണ്. അതായത് ഒരു
കുട്ടികളെയും, ഒരു പ്രായഭേദമന്യേ കുട്ടികളെയും വലിയവരെയും മുതിർന്നവരെയും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ ഇൻട്രസ്റ്റഡ് ആകുന്ന, അഡിക്റ്റഡ് ആകുന്ന രീതിയിലുള്ള ഒരു ഗെയിം ഷോ. അതിന് ആൾക്കാരുടെ അറ്റൻഷൻ സീക്കാനും ആൾക്കാരുടെ ഫോക്കസ് എടുക്കാനുമുള്ള ഒരു മാജിക്കൽ കഴിവ് ഈ ഒരു ഗെയിമിനുണ്ട്. അതുകൊണ്ടാണ് അത് ഏറ്റവും വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോ ആയിട്ട് അറിയപ്പെടുന്നതും ഏറ്റവും അധികം TRP ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ 7. അങ്ങനെയുള്ളൊരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ആകുന്ന, പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ അല്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഒരാൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു യുദ്ധഭൂമിയാണ്. കാരണം ഒരു കപ്പ അവിടെ ഉള്ളൂ. ഈ ഒരു കപ്പ് എടുക്കാനാണ് ഈ ബാക്കി എല്ലാവരും ഓടുന്നത്. ഈ ഓടുന്ന എല്ലാവർക്കും അറിയാം ആ കപ്പ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കപ്പെടുക്കാനായിട്ട് അവരവർക്കുള്ള നിലപാടുകളും സ്ട്രാറ്റജീസും വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗെയിം ഷോ ആണിത്. ആ സമയത്ത് ചിലപ്പോൾ വളരെ ജെന്യുവിൻ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ പോകുന്നവരുണ്ടാകും. ഈ പറഞ്ഞ പോലെ ലക്ഷ്യത്തിലെത്താൻ മാർഗം പ്രധാനമല്ല എന്ന് കരുതി കുതികാല് വെട്ടിയും ചവിട്ടിയും തൊഴിച്ചും പിന്നെ എന്നുള്ളവരെ ചവിട്ടിയിട്ടും ഒക്കെ, അതിനെല്ലാം ഗെയിമായിട്ട് തന്നെയാണ് 100% കാണുന്നത്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ നിലനിൽപ്പാണ് അതിൻ്റെ അകത്ത് വലുത്, മറ്റുള്ളവരല്ല. അപ്പം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് പോലും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം, PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് അനുമോളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. PR എന്നൊരക്ഷരം ഇന്ത്യ ഈ 2 വാക്ക് അനുമോളുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത അവസ്ഥ എന്ന് പറയുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവരാണ് ഇതിനെ ഈ രീതിയിൽ വളച്ചൊടിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ അതുൽ വ്ളോഗ് എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോന് എതിരെ ഉള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അയാളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. പിന്നെ വേറെ കുറേ പേരും ഇതെടുത്ത് ഇങ്ങനെ നൂല് പിടിച്ച പോലെ ശരിയറിയാതെ കുറേ പേര് ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ആരും തന്നെ ശ്രമിച്ചിട്ടുമില്ല. ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നൂല് പിടിച്ച എല്ലാവരും അത് തന്നെ അങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഇട്ടതുപോലെ നിങ്ങൾ എന്തു മനസ്സിലാക്കി എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളതിന് മാത്രമാണ് ഞങ്ങൾ ഉത്തരവാദി. അയാൾ ഉപയോഗിച്ച മ്ലേച്ഛമായ ഭാഷയ്ക്ക് അതേ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ കുറച്ചെങ്കിലും കുറിക്കൊള്ളുന്ന രീതിയിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ സെലിബ്രിറ്റി ആണ്, എൻ്റെ പാർട്ട്ണർ സെലിബ്രിറ്റി ആണെന്ന് അയാൾ മനുഷ്യനല്ലാതെ ഒന്നുമില്ല. ഈ പറയുന്നതൊന്നും ചെവിയിൽ കേൾക്കാതിരിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ അയാൾക്കായില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഫീൽ ആകുന്ന കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്തു, ദാറ്റ്സ് ഓൾ. പിന്നെ ഇന്ന് ഞാനിപ്പോൾ കണ്ടു ഏതോ അതിനെടുത്തിട്ട് വേറൊരാൾ ഞാൻ ആരാണെന്ന് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, ആരും എന്നെ തിരിച്ചറിയണമെന്ന് ഒരു അത്യാവശ്യമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ ആവശ്യമുള്ള ആവശ്യക്കാരെന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. എനിക്ക് അതിന് നിങ്ങളുടെ ആരുടെയും മറ്റേ വ്ളോഗിങ് ചെയ്തിട്ടുള്ള സഹകരണവും സഹായവും സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ കഴിഞ്ഞ 8 വർഷമായിട്ട് 2018 മുതൽ ഞാൻ ഈ ഫീൽഡിലുണ്ട്, ഇവിടെയുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള അത്യാവശ്യം മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുകളിലുള്ള ഡയറക്ടേഴ്സുമായിട്ട് വരെ വർക്ക് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഒരു മീഡിയൻ്റെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെയാണ്. അപ്പം ആരൊരാൾ പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ ഈ രീതിയിലൊക്കെ ഉള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും സപ്പോർട്ടൊക്കെ തന്നിട്ടാണ് എന്നെ ആരൊക്കെയും ഒക്കെ അറിയുന്നത്. പിന്നെ ജിഷിന്റെ പാർട്ട്ണർ ആയതുകൊണ്ടാണ്. എന്നെ അറിയണ്ടെന്നേ എനിക്ക് താല്പര്യമില്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ 8-9 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. മലയാളം തമിഴ് 2 ലാംഗ്വേജസിലും ഞാൻ സീരിയൽസ് ചെയ്യുന്നത്. ഹിറ്റ് പ്രോജക്റ്റുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ. എല്ലാം അല്ലെങ്കിലും വിരലെണ്ണാവുന്ന 7-8 പ്രോജക്ട്സ് ഞാൻ ചെയ്തതെല്ലാം കുടുംബവിളക്കും കുടുംബശ്രീ ശാരദയും ദൈവമകളും എല്ലാം ഞാൻ ചെയ്ത ഹിറ്റ് പ്രോജക്ട്സ് ആണ്. അപ്പം എന്നെ അറിയില്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു വിഷമവും ഇല്ല. കാരണം ഞാനൊരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളല്ല, സെലിബ്രിറ്റിസം ആഘോഷിക്കുന്ന അതിൻ്റെ ഫെയിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ രീതി തന്നെ വേറെയാണ്, എൻ്റെ ജേർണിയും വേറെ സ്ഥലത്തേക്കാണ്, നിങ്ങൾ ചിന്തിക്കുന്ന വഴിയിലേക്കല്ല. പക്ഷേ നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളെ തട്ടിയിട്ടിട്ട് എന്താടീന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചെന്താടാന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. ആ റിയാക്ഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഓൾവേസ്. അപ്പോൾ ഇതാണ് കാര്യം. അതായത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. PR എന്നുള്ളൊരു വാക്ക് ഉച്ചരിച്ചാൽ ഉടനെ അത് അനുമോളുമായിട്ട് സ്ഥാപിക്കുന്ന, അനുമോൾ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടീനെ ഹേറ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വക ടീംസ്. സത്യത്തിൽ ഗെയിമിൻ്റെ ഉള്ളിലെ ഗെയിം എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോക്കി കാണാം. ഒന്ന്,
ഒന്നുകിൽ മറ്റാരിൽ നിന്നോ പണം വാങ്ങി ഇവർ തന്നെ സപ്പോർട്ടിങ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു ആ കുട്ടീനെ. അതുമല്ലെങ്കിൽ ഈ അന്തം ഫാൻ എന്നൊക്കെ പറയില്ലേ, ആരാധന മുഖത്ത് കണ്ണ് കാണാതാവുക, അപ്പോഴേക്കും നമ്മൾ പിന്നെ നമ്മുടെ വോൾട്ടേജ് അടിച്ചു പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയില്ലേ ബബാന്ന്, ആ രീതിയിലുള്ള ആൾക്കാർ. ഇത് രണ്ടിലേതോ ഒന്നാണ് ഞാൻ ഈ കണ്ട വ്ളോഗിന്റെ ഉടമ ഉത്തരവാദി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരു വ്ളോഗിന്റെ ലിങ്ക് അയച്ചു തന്നത് അനുമോളുടെ ഒരു ഭയങ്കര ഹ്യൂജ് ഫാനായിട്ടുള്ള മസ്കറ്റിൽ ഇരിക്കുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അനുമോളുടെ ഹ്യൂജ് ഫാനായിട്ടുള്ള ഒരാളുമായിട്ട് അമയ നായർക്ക് എന്താണ് ബന്ധം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ ചേച്ചി വളരെ ജെന്യുവീൻ ആയിട്ടുള്ള ഒരു അനുമോൾ ഫാനാണ്. അതുപോലെ തന്നെ അജീഷ് എന്നാണോ അനീഷ് എന്നാണോ അനുമോളുടെ ഒരു ഫാൻ ഫോളോവർ ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരി പുറത്തിറങ്ങിയ ദിവസം ആ കേക്ക് കട്ടിങ്ങിന് ഷിയാസ് കരീമിൻ്റെ ഒക്കെ ഒപ്പം ഈ ചേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പം അനുമോളുടെ റിയൽ ആയിട്ടുള്ള കുറേ ഫാൻസ് ഞങ്ങളെ ജിഷൻ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, റീ എൻട്രി പോകുന്ന സമയത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അവരോടൊക്കെ ബിഹേവ് ചെയ്തത് എന്നുള്ളത് അവർക്കറിയാം. അതിപ്പോൾ യൂട്യൂബേഴ്സിനെ വ്ളോഗേഴ്സിനെ ഒക്കെ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലും ഉപരി അനുമോൾക്കറിയാം. അനുമോളോട് ഈ അതുൽ വ്ളോഗ് ചെയ്ത ആൾക്ക് അനുമോളോടത്തൊരു കോണ്ടാക്ട് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അയാളുടെ വീഡിയോസിൽ നിന്ന്. അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കണം. ജിഷീൻ അവിടെ വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണോ ദ്രോഹിക്കുകയാണോ? ഈ അതിലിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടത് എല്ലാവരും ആ പെണ്ണിനെ പുറത്തുനിന്ന് കുത്തായിരുന്നു. ആ പെണ്ണ് അവിടെ ചെന്ന് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ഇത് കപ്പടിച്ചതാണ് എന്ന്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ 24x7 ലൈവ് ഞാനും കണ്ടു. അത്രയും സമയമില്ലെങ്കിൽ അതിൽ 20 hours എങ്കിലും ഞാനും കണ്ടിരുന്നു, ഡേ 1 മുതൽ ഫിനാലെ വരെ. അതിനകത്ത് എല്ലാവരും കൂടി ഈ പുള്ളിക്കാരിനെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിലായൊരു കാര്യം, അവര് ചൂസ് ചെയ്ത് അവർ തിരഞ്ഞെടുത്ത ഏറ്റവും ക്ലോസ് ആക്കി വെച്ച ചില ഫ്രണ്ട്സ് ആണ് അവരെ ഏറ്റവും അധികം ബാക്ക് സ്റ്റാബ് ചെയ്തത്. ഒരു പക്ഷേ അത് ആ കണ്ടസ്റ്റൻസിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അവനവന്റെ നിലനിൽപ്പാണ് വലുത്. അവരവർ രക്ഷപ്പെടാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പിന്നെ നിന്നൊക്കെ കുത്തിന്ന് വരും. സോ അല്ലാണ്ട് ഈ പറഞ്ഞ എല്ലാവരും അങ്ങനെ കുത്തിയതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. ജിഷൻ വൈൽഡ് കാർഡുമായിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് ജിസേലൻ ആര്യന്റെ വിഷയം സംസാരിച്ചു ഏറ്റവും അധികം ഹെയ്റ്റിങ് ഉള്ളിലും പുറത്തും വാങ്ങിയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അന്ന് ജിഷിനോട് അനുമോളുടെ സിസ്റ്റർ വിളിച്ച് സംസാരിക്കണ്ടേ, വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കരയരുതെന്ന് പറയണം. അപ്പം ആസ് എ പാർട്ട്ണർ, ആസ് എ വുമൺ എന്നുള്ള നിലയിൽ ഞാനും പറഞ്ഞിരുന്നു, കൊച്ചിനെ എല്ലാവരും കൂടി എന്തിനാണ് ഇട്ട് വിഷമിക്കുന്നത്, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ന്. ഇങ്ങനെ ഒരുപാട് പേര് അനുമോളുടെ റിയൽ ആയിട്ടുള്ള ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ആളോട് പറയുകയുണ്ടായി. ആളതിനെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പം അനുവിന്റെ സിസ്റ്ററോടാണെങ്കിലും ആള് പറഞ്ഞു, അതെല്ലാം ഞാൻ അവളോടത്ത് കൺവേ ചെയ്യേണ്ട കാര്യം ചെയ്തോളാം, ഗെയിമായിട്ട് തന്നെ പോവും. എന്താ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ വിയോജിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിയോജിക്കും എന്ന് പറഞ്ഞു. എങ്ങനെയാണോ അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അയാള് ഗെയിം കളിച്ചതും, വിയോജിക്കേണ്ട സ്ഥലങ്ങളിൽ വിയോജിച്ചും സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തും, അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴും പുറത്ത് വന്നപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ അനുവിനോടും ഷാനവാസിനോടും എനിക്കൊരു പൊടി സ്നേഹ കൂടുതലുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെ പറഞ്ഞ ഇതെല്ലാ വീഡിയോസിനെയും മുക്കിയിട്ട് ജിഷിൻ മോഹൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ചെന്നിരുന്ന് ഇങ്ങനെ വീഡിയോ കൊടുത്തത് എന്തിനാണ്, അങ്ങനെ വീഡിയോ കൊടുത്തത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ബാക്കിയുള്ളതൊക്കെ ഇവിടെ മുങ്ങിപ്പോയോ? ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ കണ്ടില്ലേ? പിന്നെ റിയാക്ട് ചെയ്തത്, ഞാൻ കൊടുത്ത ഇന്റർവ്യൂവിൽ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. PR-നെതിരെ അല്ല. PR എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അഭാവത്തിൽ അത് നമ്മുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും, അതൊരു പെയ്ഡ് ആവുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വീട്ടിൽ തന്നെ അറിവുള്ളവരില്ലെങ്കിൽ പുറമേ കൊടുത്തും ചെയ്യും. അത് പുറത്തു നിന്നൊരു ബൂസ്റ്റപ്പ് എടുക്കുന്നതാണ്. അതിലൊരു തെറ്റും ഉള്ളതായിട്ട് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. അത് അദ്ദേഹം കൊടുത്ത വീഡിയോസിൽ പറയുകയും ചെയ്തു. PR കൊടുത്തത് കൊണ്ട് മാത്രം അത് ഒരാൾക്ക് ജയിക്കാനുള്ളൊരു വകുപ്പും അല്ല. PR കൊടുക്കുകയും ഒപ്പം കണ്ടന്റുകൾ കൊടുക്കുകയും ചെയ്ത കഴിവുള്ള ഒരാളായിരിക്കും വിൻ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വന്നതെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. ഇതെല്ലാം എല്ലാ ഘടകങ്ങളും എല്ലാ എലമെന്റ്സും ചേരുമ്പോഴാണ് അതിനൊരു വിന്നിങ് മൊമെന്റ് ഉണ്ടാവുന്നത്. ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് PR എന്ന് പറഞ്ഞുകൊണ്ട് PR
വർക്ക് ചെയ്തവർ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ബിൻസിയെ എവിക്ട് ചെയ്തുകൊണ്ട് ഷൈറ്റയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങി ആ പുള്ളിക്കാരിയെ 1 മാസം അവിടെ നിർത്തുകയും ബിൻസിനെ എവിക്ട് ചെയ്യുകയും ചെയ്തു എന്ന് ഈ ഒരു PR ടീം പറഞ്ഞ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. ഇതിനെതിരെ ആരും റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ജിഷൻ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം അതൊരു PR സെക്ഷനിൽ പെടുന്ന, PR ചെയ്യുന്ന ഒരു പണിയല്ല. PR എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് റിലേഷൻസ്, ഒരാളുടെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് പൈസ വാങ്ങിയിട്ട് വോട്ട് വാങ്ങാൻ കിട്ടും, വോട്ട് വാങ്ങിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇന്ന ആളെ എവിക്ട് ചെയ്തു, ഇന്ന ആളെ അവിടെ നിലനിർത്തിയെന്ന് ഇത്രയും വ്യക്തമായ ഒരാൾ പറയുമ്പോൾ അപ്പം എന്താണ് ഈ ഷോന്റെ ഒരു ആത്മാവ്? പ്രേക്ഷകരുടെ വോട്ടിംഗ് എന്നാണ്. ആ വോട്ട് ഞങ്ങൾ മറിച്ചിട്ടുണ്ടെന്ന് പുറത്തുനിന്ന് PR വർക്ക് ചെയ്യുന്ന ഒരാൾ പബ്ലിക്കലി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെയും ഇത് പ്രേക്ഷകരുടെ വിധിയാണെന്ന് പറയാൻ പുറത്തിരിക്കുന്ന ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ആൾക്കാരെ പോലെയല്ല, അകത്ത് പോയി ഇതിൻ്റെ ഉള്ളിൽ മത്സരിച്ച കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ദുരന്താവസ്ഥ മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോഴും അല്ല, കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഈ ഒരു ബിഗ് ബോസ് ഉണ്ടെങ്കിലും ഈ സീസൺ 6 മുതലാണ് നമുക്ക് ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്, ഇതെന്താണ് ഏതാണെന്നുള്ളത്. PR കുറിച്ചിട്ടുള്ള പൊടിപ്പും തൊങ്ങലുകളും വന്നു. ഈ വർഷം അത് കുറച്ചുകൂടി കൂടുതലായിട്ട് സംസാരിക്കപ്പെട്ടു, ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു വികൃതമായ മുഖം ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ എന്താണ് PR എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അതെന്തെന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം PR വേറെ, OR വേറെ. ഇനി ഇത് രണ്ടും അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആളുകൾ ഉണ്ടോയെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാശ് വാങ്ങിച്ച് വോട്ട് അട്ടിമറിച്ച് ആൾക്കാരെ പുറത്താക്കുകയും നിലനിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞതിനെതിരെ ആ പ്രവൃത്തി നല്ലതല്ല. ഇനി അങ്ങോട്ട് പോകുന്ന ബിഗ് ബോസിന്റെ അടുത്ത സീസൺസിലും വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരവസ്ഥ ഇതാണ്. ഈ ഒരു ഗെയിമിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നതും ഇവിടെയാണ്. കാരണം കാശ് കൊടുത്ത് പണ്ട് കലാതിലക പട്ടം വാങ്ങുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്കായി. ഇതിനെയാണ് ഞങ്ങളിവിടെ, അല്ലാണ്ട് അനുമോള് പൈസ കൊടുത്ത് ഈ PR എടുത്തു അല്ലെങ്കിൽ കപ്പെടുത്തു എന്ന് ഞങ്ങൾ ഒരിടത്തും സംസാരിച്ചിട്ടില്ല. നമ്മൾ സംസാരിച്ച കാര്യം ഇതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. സോ അന്യായത്തിനെ ന്യായീകരിക്കാതെ അത്തരത്തിലുള്ള അന്യായം മുമ്പ് തന്നെ PR ടീംസ് പറഞ്ഞ കാര്യങ്ങളെ അതിനെയൊക്കെ എടുത്തിട്ടൊന്നും നിങ്ങളൊന്ന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇടും. പിന്നെ ജിഷൻ മോഹൻ, താങ്കളെന്നൊന്നും അല്ല കേട്ടോ, വേറെ ഏതൊക്കെ അസഭ്യ ഭാഷകൾ. നീ എത്ര ദിവസമായി ഇത് കാണാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയാണ്, ആ ലാംഗ്വേജിൽ ഞാൻ സംസാരിക്കുന്നില്ല. നീ എത്ര ദിവസമായി ബിഗ് ബോസ് ഷോ കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ, പിന്നെ നീ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നീ നോൺ വെജ് കഴിക്കില്ല എന്ന് പറഞ്ഞ് അഭ്യാസം കാണിച്ചപ്പോൾ നിന്നെ വലിച്ചു കീറി ഒട്ടിക്കാനിരുന്നു എന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ആരാ ഈ ഒട്ടിക്കാനായിട്ട്? നിങ്ങളൊരു സാധാരണ യൂട്യൂബർ അല്ലേ, നിങ്ങൾ ഒട്ടിക്കാൻ ആരാ? അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടോ അത് ആദ്യം ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് ബാക്കിയുള്ളവർ ഒട്ടിച്ചാൽ പോരെ. നിങ്ങളുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, സത്യസന്ധമായ വാർത്തകൾ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു പുരസ്കാരം വാങ്ങി നിൽക്കുന്ന ഫോട്ടോ. ആദ്യം നിങ്ങളത് അൺപിൻ ചെയ്തിട്ട് ആ പുരസ്കാരം തിരിച്ചു കൊടുക്കണം. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടില് അതിന് യാതൊരു വിധത്തിലുള്ള ഡിസേർവിങ്ങും നിങ്ങൾക്കില്ല. സത്യസന്ധമായ വാർത്തയല്ല, സത്യസന്ധമായി ഒരാൾ പറഞ്ഞ അയാളുടെ അഭിപ്രായത്തെ ഇത്രയും ബൃഹത്തായി വളച്ചൊടിച്ച വേറൊരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ആ ഒരു പുരസ്കാരത്തിന് ഒരു രീതിയിലും ഡിസേർവ്ഡ് അല്ലെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ കുറേ നിങ്ങൾ വളരെ മോശം പറയുമ്പോൾ നമ്മളെല്ലാം നിങ്ങളോട് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് സംസാരിക്കണം, അത് എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ ഇന്നലെ സംസാരിച്ചൊരു കാര്യം, ഷർദിൽ വാരി എടുത്തു എന്നുള്ളത് ഇന്ന് ആർക്കോ കൊണ്ടിട്ട് ആരാണ്ടൊക്കെയോ കൊണ്ടെടുത്തിട്ട് ചേച്ചി ആരാന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്. സത്യമല്ലേ ഞാനാ പറഞ്ഞത്? ജിഷൻ അതിൻ്റെ ഉള്ളിൽ പോയി അയാൾ അനുഭവിച്ച കാര്യങ്ങളെയാണ് പുറത്തേക്ക് സംസാരിച്ചത്. അതായത് ഞാൻ തിന്നിട്ട് ഞാൻ പുറത്തേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഛർദ്ദിക്കുക തന്നെയാണ്. അത് വാരി അതിൽ നിന്ന് കണ്ടന്റ് പറക്കി നിങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സ് എടുക്കുന്നു. അതായത് ഏതു ഭാഷയിലാണോ സംസാരിച്ചത് അതേ ഭാഷയിൽ തിരിച്ച് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളടുത്ത് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് വേറൊരു
ഫ്രേസിൽ ഞാനൊന്ന് ടേൺ ചെയ്ത് സംസാരിക്കണം എന്നേ ഉള്ളൂ. മനസ്സിലായോ? പറയുന്നത് സത്യം, ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അനുഭവിച്ചൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അതിനെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടിട്ടിട്ട് അതിനെ വിശകലനം ചെയ്ത് കീറി മുറിച്ച് അതിൽ നിന്നുള്ള കണ്ടന്റ് എടുത്തിട്ട് ജീവിച്ചോളൂ, നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അപ്പോഴും ആ കൊടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ശരിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടസ്റ്റന്റ് ഇതിനു മുന്നേ ചെയ്ത കാര്യങ്ങൾ എന്താ, പിന്നെ ചെയ്ത കാര്യങ്ങൾ എന്താ, ഈ പറയുന്ന അനുവിനോടുള്ള ഇവരുടെ സമീപനം എന്താ, ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെല്ലാം മുക്കിക്കളഞ്ഞിട്ടാണ് ഇതിനെ ഈ ഒരു രീതിയിൽ വളച്ചൊടിച്ചിരിക്കുന്നത്. പിന്നെ ഭക്ഷണം പുള്ളി അതിനകത്ത് കാണിച്ചുകൊണ്ട് കുറെ പേർക്ക് വെറുപ്പ് തോന്നിയിട്ട് കുറെ പേര് ഔട്ടാക്കിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയില്ല. സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇഷ്ടമാണ് അല്ലെങ്കിൽ അൺഫെയർ ആയിരുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തു. എന്നാൽ ഈ പറഞ്ഞവർ തന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ 6th പൊസിഷനിലേക്കാണ് ജിഷിനെ കണ്ടതുകൊണ്ട് വോട്ട് ചെയ്തിരുന്നില്ല ജിഷിനെന്ന്. വോട്ട് ചെയ്യാൻ അറിയാവുന്നവരും ഉണ്ട്, ചെയ്യാതിരുന്നവരും ഉണ്ട്, വോട്ടിങ്ങിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, വോട്ടിങ്ങിനെ അട്ടിമറിക്കുന്നുണ്ട്. ഇതിനൊക്കെതിരെയാണ് ഞങ്ങൾ പ്രതികരിച്ചത്. കാരണം ഇനി വരുന്ന സീസൺസിലെങ്കിലും ഇനിയുള്ള കണ്ടസ്റ്റൻസിന് ഇതൊരു പ്രതിസന്ധി ആകരുതെന്ന് ഓർത്തിട്ട്. അപ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു ബിഗ് ബോസ് ഷോ നടക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ്, മേളിലായിട്ടല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, തെലുങ്കുവിൽ ഇടയ്ക്ക് ബിഗ് ബോസ് സീൽ വെച്ച് കൂട്ടുകയുണ്ടായി. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങളെ വയലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം എവിടെ ഉണ്ടായാലും അത് അവിടെ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒരാള് അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടും വെജിറ്റേറിയൻ ഫുഡ് തിരഞ്ഞെടുക്കും, എന്നാൽ അവരുടെ കസ്റ്റമിന്റെ ഭാഗമായിട്ടും വെജിറ്റേറിയൻസ് ആകുന്നവരുണ്ട്. ലൈക്ക് ബ്രാഹ്മൺസ് പോലുള്ള ആൾക്കാർ, പലതരത്തിലുള്ള ആൾക്കാർ. അത് അവരുടെ കസ്റ്റമാണ്. ബർത്ത് മുതൽ നോൺ വെജ് കഴിക്കാതെ അത് തൻ്റെ കസ്റ്റമിന്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, അവരുടെ ആ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അങ്ങനെ സപ്പോസ് ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാൻ പുറത്ത് ഞങ്ങൾക്കും സാധിക്കും. അപ്പോൾ ഈ ഷോ തന്നെ ഇല്ലാതാവും. അത് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. ആർട്ടിക്കിൾ 21 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നതാണ് ഈ നമ്മളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് കസ്റ്റം റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ ലിബർട്ടിയാണ്. അതിനെ വയലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു പ്രസ്ഥാനമായാലും അതൊരു ഗെയിം ഷോ ആയാലും അതൊരു മനുഷ്യനായാലും അതൊരു വ്ളോഗർ ആയാലും അതിനെതിരെ നിയമ നടപടിയുണ്ട്. ഓക്കെ, അപ്പം അതാണ് അതിനുള്ളൊരു മറുപടി. കൂടുതൽ എക്സ്പ്ലനേഷന് നിങ്ങൾ അർഹിക്കുന്നില്ല. ജിഷൻ കസ്റ്റമിന്റെ ഭാഗമായിട്ട് ജനിച്ചപ്പം മുതൽ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലും അയാൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ അറിയാം. ദാറ്റ്സ് ഓൾ. ദെൻ പിന്നെ പറയാനുള്ളത് അമ്മമാരെ കുറിച്ചിട്ട്, അമ്മമാർ വോട്ട് ചെയ്യില്ല എന്ന് ജിഷൻ പറഞ്ഞു. ജിഷൻ പറഞ്ഞത് എല്ലാ അമ്മമാരും വോട്ട് ചെയ്യില്ല എന്നല്ല, ഏറെക്കുറെ അമ്മമാർക്ക് വോട്ട് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള, നിങ്ങൾക്ക് അഭിപ്രായമുള്ള പോലെ കുറെ അമ്മമാർ ഇതിൻ്റെ അടി വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളെല്ലാം അമ്മമാരാണ്, ഞങ്ങളെല്ലാം അനുമോൾക്ക് വോട്ട് ചെയ്തു, നിങ്ങളാരും അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അറിവിൽ എൻ്റെ അമ്മ ഈ പ്രോഗ്രാം കണ്ടിരുന്നു, എൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ അറിയത്തില്ല. ജിഷൻ ചാണ്ടിൻ്റെ അമ്മ ഈ പ്രോഗ്രാം കണ്ടിരുന്നു, സ്വന്തം മകൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്, വോട്ട് ചെയ്യാൻ അറിയത്തില്ല, ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈ പ്രോഗ്രാം ഫുള്ള് കാണുന്ന ഒരാളാണ്, അമ്മയ്ക്കും വോട്ട് ചെയ്യാൻ അറിയില്ല. ഇവരാരും അമ്മമാരല്ലേ, കേരളത്തിലുള്ളവരല്ലേ. അപ്പം ഞങ്ങളുടെ അനുഭവത്തിൽ വന്ന ഒരുപാട് പേര് ഈ രീതിയിലുണ്ട്. ഇനി എന്തിന് എൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ, ജിഷൻ ചേട്ടൻ എവിക്ഷനിൽ വന്നപ്പോൾ ജിഷൻ ചേട്ടനോടൊപ്പം വർക്ക് ചെയ്യുന്ന യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് ഇത് കാണാറുണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇത് വോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ ഇത് അറിയാവുന്നവരും അറിയില്ലാത്തവരും ജസ്റ്റ് ഷോ കാണുന്നവരും വോട്ട് ചെയ്യാൻ വേണ്ടി സമയമില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് എല്ലാവരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിനെ ആ രീതിയിൽ വളച്ചൊടിക്കുന്ന എല്ലാവർക്കും നമസ്കാരം മാത്രം. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. പറഞ്ഞുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് തരാം തീർച്ചയായിട്ടും. കമൻസിൽ ജെന്യുവിൻ ആയിട്ടുള്ള കമൻസുമായിട്ട് പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ലാത്തവർക്ക് മാന്യമായ ഭാഷയിൽ നമ്മളോടൊത്ത് സമ്പാദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം
നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ളതിനാണ് നമ്മൾ ഉത്തരവാദി. നിങ്ങൾ എന്ത് കേട്ടു എന്നുള്ളതിനും നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിനും നമ്മൾ ഉത്തരവാദിയല്ല. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും PR-ന് എതിരല്ല. കാരണം നമ്മൾക്ക് ആസ് എ കണ്ടസ്റ്റന്റ് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ PR ആവശ്യമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കാശ് വാങ്ങി വോട്ട് അട്ടിമറിക്കുന്ന PR പ്രവണതകളോടും പ്രവർത്തികളോടും തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. അത് ഇനിയുള്ള ബിഗ് ബോസ് സീസൺസിനെ എഫക്ട് ചെയ്യും. അതിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെ വളരെ മോശകരമായി എഫക്ട് ചെയ്യും. ആ രീതിയിലുള്ള ചതി പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുക. അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. നന്ദി, നമസ്കാരം.